കോഴിക്കോട് കോർപ്പറേഷനിലെ 30 ഡിവിഷനുകൾ ചേർന്നതാണ് നോർത്ത് മണ്ഡലം. സിറ്റിംഗ് MLA ആവിഷ്കരിച്ച സ്കൂൾ വികസന പദ്ധതി പ്രിസം ഉൾപ്പെടെ വിദ്യാഭ്യാസ, ആരോഗ്യ, കായിക മേഖലകളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ പട്ടികയുമായാണ് ഇടതുപക്ഷം വീണ്ടും വോട്ടർമാരെ കാണുന്നത്. ഭരണവിരുദ്ധ വികാരം കൂടി അനുകൂലമാകുമെന്നാണ് LDF പ്രതീക്ഷ. ഈ മണ്ഡലത്തിൻ്റെ ഇതേവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന കുതിപ്പ് ഉണ്ടായി. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാരണവും വികസനം എന്ന പരിഗണനയും രണ്ടും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 2 ഇലക്ഷനേക്കാൾ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സർവ്വ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബൂത്ത് തല യോഗങ്ങളും കൺവെൻഷനുകളും വ്യക്തി സന്ദർശനങ്ങളുമായാണ് PM സുരേഷ് ബാബുവിന്റെ പ്രചാരണം. നഗരത്തിലെ ഗതാഗതക്കുരുക്കും തീരദേശവാസികളുടെ പ്രശ്നങ്ങളും സുരേഷ് ബാബു ഉന്നയിക്കുന്നു. വീർപ്പുമുട്ടുന്ന ഗതാഗതക്കുരുക്കാണ്, അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്പർ 1. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീരദേശത്ത് താമസിക്കുന്ന ആളുകളുടെ പാർപ്പിട പ്രശ്നം, അവരുടെ പട്ടയ പ്രശ്നം, അവരുടെ കുടിവെള്ള പ്രശ്നം, ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കും. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 3 കോർപ്പറേഷൻ ഡിവിഷനുകളിൽ BJP വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് NDA മത്സരിക്കുന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ NDA സ്ഥാനാർത്ഥി KP ശ്രീശന്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനവും ഇതാണ്. SDPIയുടെ വാഹിദ് ചെറുവറ്റയും പ്രചാരണ രംഗത്തുണ്ട്. K. ഇല്യാസ്, മീഡിയ 1, കോഴിക്കോട്.